സന്ദീപ് വാര്യറിലെ CPM-ലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു. സന്ദീപ് വാര്യർ CPM ചേർന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ബാബറി മസ്ജിദൊന്നും കുഴപ്പമില്ല അല്ലേ? എല്ലാ നേതാക്കന്മാരും ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല, മന്ത്രി, മുൻമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും. ആ ആൾ അങ്ങോട്ട് പോയില്ല, കോൺഗ്രസിൽ ചേർന്നു. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത്? CPM ചേർന്നിരുന്നെങ്കിലോ? CPM-ലേക്ക് സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായിത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയുക. ഇത് രണ്ടും ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യനായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കറായിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞ ഒരു കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിതൊന്നും, ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആൻ്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ, ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDF-ൻ്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJP-യിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി, ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPM-ലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ തന്നെ ഉണ്ടാകും. അല്ല, സന്ദീപ് വാര്യറിൻ്റെ വരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഐക്യജനാധിപത്യ മുന്നണി BJP-യെ തോൽപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ CPM-ൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും BJP-യുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും സന്ദീപ് വാര്യറിൻ്റെ കടന്നുവരവ് എല്ലാം കൊണ്ട് അത് 10,000-ൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് അവസാന നിമിഷം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കിക്കോ, ജനങ്ങൾ ഇത് മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന, അത് പാലക്കാട് എന്ന് വിളിച്ചു പറയുന്ന ഒരു വലിയ കാഴ്ചയായിരിക്കും 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്.